ഈ കൂട്ടുകാരെ, ഞാനൊരു തെങ്ങിൻ തൈ ഇവിടെ നട്ടിരുന്നപ്പോൾ അതിന് നമ്മൾ വളം ചെയ്യുന്ന വളപ്രയോഗ രീതിയൊക്കെ ഫസ്റ്റ് പാർട്ട് ഞാൻ കാണിച്ചിരുന്നു. നമ്മൾ ആദ്യം ഇതിന് നൈട്രജനാണ് കൊടുത്തത്, അത് ഞാൻ കാണിച്ചിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഈ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് പച്ചില വളങ്ങളെല്ലാം ഇട്ട് കൊടുത്തായിരുന്നേ. കുറച്ച് ശീമക്കൊന്നയുടെ ഇലകളും എല്ലാം കൂടെ ചവറ് പോതി ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിരുന്നു. ഇപ്പം ഞാനതെല്ലാം ഒന്ന് നീക്കി വെച്ചും നമ്മളിപ്പോൾ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കല്ലുപ്പ് ആദ്യമേ ഞാൻ ഡോളമൈറ്റ് കൊടുത്തിരുന്നു, അതിന് ശേഷമാണ് നൈട്രജൻ കൊടുത്തു. അതിന് ഞാൻ ചാണകത്തിന് പകരം പയർ മുളപ്പിച്ച് അതിൻ്റെ ചുവട്ടിൽ തന്നെ പയർ മുളപ്പിച്ചിട്ട് അത് അതിൻ്റെ ചുവട്ടിൽ തന്നെ അങ്ങ് പറിച്ച് മൂടുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ അതാ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. കല്ലുപ്പാണേ, നമ്മൾ കല്ലുപ്പേ ഇടാവുള്ളൂ, പൊടിയുപ്പ് ഇടരുത്. കല്ലുപ്പ് നല്ലതുപോലെ വിതറി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തൈ ഒന്ന് ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഒന്ന് ഹൈറ്റായി വരുന്നു. പിന്നെ കല്ലുപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പം മഴയുമല്ലേ, പെട്ടെന്ന് അലിഞ്ഞ് അതിനെ പിടിച്ചോളും. പിന്നെ ഒച്ച ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി വളം കൊടുക്കുവേ. ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള സിസ്റ്റം, അതിൻ്റെ മെത്തേഡൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ തെങ്ങിൻ തൈ ഉഷാറായി വരുന്നു.